ഇടതുപക്ഷത്തിന് വളരെ സൂക്ഷ്മമായ ഒരു പെശകെങ്കിലും പറ്റിയാൽ അത് പൊറുക്കാൻ പാടില്ല എന്നാണ് പൊതുവെ നമ്മുടെ സമൂഹം കരുതുന്നത്. ഞാൻ അതിന് കുറ്റപ്പെടുത്തുന്നില്ല. അതൊരു പക്ഷേ ഇടതുപക്ഷത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ടുകൂടിയാവും. ഇടതുപക്ഷത്തിലുള്ളൊരു പ്രതീക്ഷ കൊണ്ടായിരിക്കും. നേരിയ ഒരു പെശക് പോലും സംഭവിക്കരുത് ഇടതുപക്ഷത്തിന് എന്നത് ഇടതുപക്ഷത്തോടുള്ള കൂറും വിശ്വാസവും കൊണ്ടായിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ കരുതുന്നത് ഇടതുപക്ഷത്തിനൊരു നേരിയ പെശക് പോലും പറ്റരുത് എന്ന് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹത്തെ മാനിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാലും വിജയമുണ്ടായാലും അതേതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമേ അല്ല. അത് ശാസ്ത്രീയമല്ല, അത് സമഗ്രമല്ല, അത് ഇടതുപക്ഷ വിശകലനത്തിൻ്റെ ഭാഗവുമല്ല. വിജയമായാലും പരാജയമായാലും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടേണ്ടത്. പരാജയപ്പെടുമ്പോൾ ഒരു ടീമായി പ്രവർത്തിച്ച് വന്നിട്ടുള്ളൊരു പരാജയമാണ്. ആ പരാജയത്തിന് ഞങ്ങളെല്ലാം അവകാശികളാണ്. വിജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും അത് ഏതെങ്കിലും വ്യക്തിയിലേക്ക് ചുരുക്കി കാണുക എന്നത് ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്തതാണ്. അതിനെയൊന്നും ഞങ്ങൾ ഗൗരവമായി പരിഗണിക്കുന്നേയില്ല. നമസ്കാരം. 25 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ വിഖ്യാതമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ചിത്രമുണ്ടായിരുന്നു മലയാളത്തിൽ. സന്ദേശം എന്നാണ് ആ സിനിമയുടെ പേര്. അടുത്ത കാലത്ത് മൺമറഞ്ഞ അനശ്വര പ്രതിഭയായ ശ്രീനിവാസൻ രചന നിർവഹിച്ചതായിരുന്നു ആ സിനിമ. അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുമുണ്ടായിരുന്നു. സത്യൻ അന്തിക്കാടാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. അന്നത്തെ സമകാലീന രാഷ്ട്രീയ പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ സിനിമ ഇന്നും ആ സിനിമയ്ക്ക് സമകാലീന സമൂഹത്തിൽ രാഷ്ട്രീയത്തിൽ പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഭാവനാവിലാസമുള്ള ഒരു പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ സിനിമയിൽ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് സിനിമയിലെ ഒരു ഇടതുപക്ഷ പാർട്ടി യോഗം ചേരുന്നു. അപ്പോൾ പാർട്ടിയുടെ താത്വിക ആചാര്യൻ എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റത് എന്നൊക്കെ ഘോരം പ്രസംഗിക്കുന്നു. അവിടെ ബോബി കൊട്ടാരക്കര അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ പെരിസ്ട്രോയിക്കയും അന്തർക്രിയ പ്രതിവാദവും ഒക്കെ പറയാതെ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ലളിതമായി ഒന്ന് പറയാമോ സഖാവേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് CPM-ന്റെ ലോക്കൽ കമ്മിറ്റികൾ, ബ്രാഞ്ച് കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന സമിതി എല്ലാം പരാജയ കാരണത്തെക്കുറിച്ചുള്ള അവലോകന യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളിലും അതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. CPM-ന്റെ സമുന്നത നേതാവായ നിലമ്പൂരിൽ PV അൻവർ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു വന്ന സീറ്റ് അദ്ദേഹം രാജിവെച്ച് വീണ്ടും അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച M സ്വരാജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ പരാജയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം താത്വികാചാര്യന്റെ പോലെ, അതായത് സന്ദേശം സിനിമയിലെ ശങ്കരാടിയുടെ താത്വികാചാര്യന്റെ പോലെ സംസാരിച്ചത്. സാധാരണക്കാരന് മനസ്സിലാവാത്ത ഭാഷയിൽ, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്ക് മാത്രം, അല്ല എന്നുണ്ടെങ്കിൽ ശ്രീനിവാസൻ ആ സിനിമയിൽ പറയുന്ന പോലെ കൃത്യമായി പാർട്ടി ക്ലാസ്സിൽ വരാത്തത് കൊണ്ടാണ് നിനക്ക് താത്വികാചാര്യൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ സ്വരാജ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ആർക്കും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ളതിന് സ്വരാജിന് ഒരു കൃത്യമായ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ പരാജയ കാരണത്തിന് ഉത്തരവാദി ഒരു കാരണവശാലും ഒരു വ്യക്തിയല്ല. അതായത് പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന ആ പെരുമാറ്റ രീതി കൊണ്ടാണ് പാർട്ടി 8 നിലയിൽ തോറ്റത്, പൊട്ടിയത് എന്ന് ജില്ലാ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും സംസ്ഥാന സമിതിയിലുമെല്ലാം കൃത്യമായി തന്നെ പ്രവർത്തകർ ആരോപണങ്ങളായി പറയുമ്പോൾ, അല്ലെങ്കിൽ പരാതി പറയുമ്പോൾ, M സ്വരാജ് പറയുന്നു ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഇത്തരം പരാജയ കാരണങ്ങൾ വിലയിരുത്തപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതായത് പിണറായി വിജയൻ മാത്രമാണ് പാർട്ടിയുടെ പരാജയ കാരണം. MP ഗോവിന്ദനും കൂട്ടുനിന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ പോലുള്ള വർഗീയവാദികളുമായി കൂട്ടുചേർന്ന് പാർട്ടിയെ പരാജയപ്പെടുത്തി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ്, ഇത്തരം പല കാര്യങ്ങളും പാർട്ടിയെ പരാജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് ഏരിയ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, സംസ്ഥാന സമിതി, ജില്ലാ കമ്മിറ്റി എല്ലാം ചർച്ച ചെയ്യുമ്പോഴും M സ്വരാജ് അതൊന്നും കേട്ടതായി പോലും ഭാവിക്കുന്നില്ല, അതൊന്നും ഞങ്ങൾ ചെവിക്കൊള്ളുന്നില്ല എന്ന് പറയുന്നത്. മാത്രമല്ല വലതുപക്ഷത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകി സമൂഹം കൊണ്ടു നടക്കുന്നതും ശരിയല്ല എന്നും കൂടി M സ്വരാജ് പറഞ്ഞു വയ്ക്കുന്നു. അതായത്
തോറ്റു എന്ന് സമ്മതിക്കാനാണ് പാട്. അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ തോൽപ്പിക്കാനല്ല, അവർ തോറ്റു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ബുദ്ധിമുട്ട് എന്ന് ഏതോ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ തന്നെയായി ഇപ്പോൾ എം സ്വരാജിന്റെ ഈ പരാമർശവും. എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ളതിന്റെ കൃത്യമായ വിവരം ലളിതമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഇപ്പോൾ സ്വരാജിന് പോലും സാധിക്കുന്നില്ല. സ്വരാജ് എപ്പോഴും ഈ താത്വികാചാര്യന്മാരെ പോലെ സംസാരിക്കുന്നു. ഇത് തന്നെയാണ് സ്വരാജിനെയും ജനത്തിന് മനസ്സിലാകുന്നില്ല, ജനം പറയുന്നതും സ്വരാജിനും മനസ്സിലാവുന്നില്ല. ഇത്തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. എന്തായാലും പിണറായി വിജയൻ എന്ന നേതാവിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും തന്നെയാണ് പാർട്ടിയെ തോൽപ്പിച്ചത് എന്ന് എം വി ഗോവിന്ദന്റെ തെറ്റായ നടപടികൾ, എം വി ഗോവിന്ദൻ ഭാര്യയെ രക്ഷിക്കാൻ നോക്കി പാർട്ടിയെ രക്ഷിക്കാൻ നോക്കിയില്ല എന്നും തരത്തിൽ തന്നെയാണ് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ പിണറായി വിജയനും എം വി ഗോവിന്ദനും അടക്കം ഉള്ള നേതാക്കൾക്കെതിരെ പാർട്ടിയിലെ സാധാരണക്കാരായ അണികൾ പ്രതികരിച്ചത്. എന്നാൽ എം സ്വരാജിനെ പോലുള്ള നേതാക്കന്മാർ പറയുന്നത് പാർട്ടി ഏതെങ്കിലും വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല തെരഞ്ഞെടുപ്പിന് നേരിട്ടത്, അതുകൊണ്ട് പരാജയത്തിന്റെ കാരണം അത്തരം വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കുക, അത്തരം വിലയിരുത്തലുകൾ ഒരു കാരണവശാലും സാമാന്യ യുക്തിക്കും സമഗ്രതയ്ക്കും നിരക്കാത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സ്വരാജ് ലളിതമായി എന്തിനാണ് പാർട്ടി തോറ്റത്, എങ്ങനെയാണ് തോറ്റത് എന്നുള്ളത് എന്തുകൊണ്ട് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? അത് നിങ്ങൾക്കും സ്വയം ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സ്വരാജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് CPM നുണ്ടായ തോൽവി എന്നുള്ളത് വ്യക്തമാക്കിയതിന് പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ലെ തന്നെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, സ്വതന്ത്രരായി മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് പ്രത്യേകിച്ച് ഒന്ന് യു ഷറഫ് അലി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ വെള്ളാപ്പള്ളി വിഷയത്തിൽ സർക്കാരിന്റെ സമീപനം മോശമായിരുന്നു, അത് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല, വിമർശിച്ചില്ല, അതുകൊണ്ട് മുസ്ലിം വോട്ടുകളൊക്കെ അകന്നു എന്ന് യു ഷറഫ് അലി കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അല്ല, ഞാൻ അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അത് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഏതാണെന്നുള്ളത് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ ഓരോ അഭിപ്രായത്തെക്കുറിച്ചും ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ പ്രതികരണങ്ങൾ അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു കാര്യമല്ല. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എനിക്കും ഒന്നും തന്നെ പറയാനില്ല. പിന്നെ സ്വാഭാവികമാണ്, വലിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരും, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. വിജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളും വരും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനപ്പുറത്ത് കേരളത്തെ സമഗ്രമായി, കേരളത്തിലെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ ഭരണം, അത് കേരളീയ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ആഴത്തിലുള്ള വിലയിരുത്തലുകളും പരിശോധനകളും ഒക്കെയാണ് ആവശ്യം. അതിനപ്പുറത്തുള്ളതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. വിജയവും പരാജയവും ഉണ്ടാവുന്ന സമയത്തുണ്ടാവുന്ന പ്രതികരണങ്ങളെ നമ്മൾ അങ്ങനെ കാണേണ്ടതുള്ളൂ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാലും വിജയമുണ്ടായാലും അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമേ അല്ല. അത് ശാസ്ത്രീയമല്ല, അത് സമഗ്രമല്ല, അത് ഇടതുപക്ഷ വിശകലനത്തിൻ്റെ ഭാഗവുമല്ല. വിജയമായാലും പരാജയമായാലും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടേണ്ടത്. പരാജയപ്പെടുമ്പോൾ ഒരു ടീമായി പ്രവർത്തിച്ച് വന്നിട്ടുള്ളൊരു പരാജയമാണ്. ആ പരാജയത്തിന് ഞങ്ങളെല്ലാം അവകാശികളാണ്. വിജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും അത് ഏതെങ്കിലും വ്യക്തിയിലേക്ക് ചുരുക്കി കാണുക എന്നത് ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്തതാണ്. അതിനെയൊന്നും ഞങ്ങൾ ഗൗരവമായി പരിഗണിക്കുന്നേയില്ല. യോഗങ്ങളുടെയൊക്കെ ഒരു പ്രധാന കാര്യം ഈ തോൽവി എങ്ങനെ ഉണ്ടായി എന്ന കാര്യങ്ങളൊക്കെ പഠിക്കൽ കൂടിയാണല്ലോ, പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കൽ കൂടിയാണല്ലോ. അപ്പോൾ അതിനു മുൻപ് തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ പാർട്ടി? അത് ഇതും തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറ്റിയ വീഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് കാണുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമായ ഒരു വിശകലനമാണ്. അത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരവേല മാത്രമാണ്. ആ പ്രചാരവേലയൊന്നും ആരും തലയിലെടുത്ത് വെക്കുന്നില്ല, ഇടതുപക്ഷം തലയിലെടുത്ത് വെക്കുന്നേ ഇല്ല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്കെതിരെ നടക്കുന്ന ശക്തമായ വിമർശനവും ഒരു പരിധി കടന്നിട്ടുള്ള ആക്രമണവും അതൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ സ്വാധീനിക്കുന്ന ഒരു കാര്യവുമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശകലന രീതികളും ചർച്ചയും അതിൻ്റെ പരിശോധന സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ പുറമേ നടക്കുന്ന ചർച്ചകൾ പുറത്തു മാത്രമുള്ളതാണ്. അത് ഞങ്ങളപ്പാടെ സ്വീകരിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്നൊരു കാര്യമല്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തെ നയിക്കുന്നത്, CPIM-നെ നയിക്കുന്നത് 2 തവണ മുഖ്യമന്ത്രിയായ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഒരാൾ മാത്രമേ ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ കൂട്ടത്തിലുള്ളൂ. അപ്പോൾ അത്രയും തലമുതിർന്ന ഒരു നേതാവ് ജയിച്ചു വരുന്ന സമയത്ത്
പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മറ്റൊരു ചിന്ത തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെയോ പാർട്ടി നേതൃത്വത്തിന്റെയോ മനസ്സിലുണ്ടായിട്ടേ ഇല്ല. അത്തരത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഞാനതിനാരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നമ്മുടെ സമൂഹം കണ്ട് ശീലിച്ചിട്ടുള്ളത് പലപ്പോഴും വലതുപക്ഷ രീതികളാണ്. ഇപ്പോൾ UDF-ന് ഒരു പരാജയം സംഭവിച്ചാൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ആരിലേക്കെങ്കിലും ഇട്ട് അവരെ കുറ്റവിചാരണ ചെയ്ത് പിടിച്ചു പുറത്താക്കും. നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ 2016-ൽ UDF പരാജയപ്പെട്ടപ്പോൾ പെട്ടെന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ഉമ്മൻചാണ്ടി മാറ്റുന്നത് കണ്ടു. പുതിയൊരു പ്രതിപക്ഷ നേതാവ് വന്നു. 2021-ൽ പരാജയം ആവർത്തിച്ചപ്പോൾ ഇത് വീണ്ടും നമ്മൾ കണ്ടു. KPCC പ്രസിഡന്റിനെ പെട്ടെന്ന് മാറ്റുന്നത് കണ്ടു. അതൊക്കെ ഒരു വലതുപക്ഷ രീതിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറെ കൂടി വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ നേതൃത്വം എന്ന് പറയുന്നത് കൂട്ടായ നേതൃത്വമാണ്. കൂട്ടായ നേതൃത്വത്തിന്റെ പ്രവർത്തനമാണ്. ഇവർ ഈ ഏകാധിപത്യം എന്നൊക്കെ ആക്ഷേപിക്കുമ്പോൾ അത് അവർക്കാണ് ബാധകമാവുന്നത്. അതുകൊണ്ടാണ് അവർ പരാജയങ്ങൾ നേരിടുമ്പോൾ പരിഭ്രാന്തരാവുന്നു, ഒരു നേതാവിനെ പിടിച്ചങ്ങ് മാറ്റുന്നു, ആ നേതാവാണ് ഇതിനെല്ലാം കാരണക്കാരനെന്ന് പറയുന്നു. അതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്, വലതുപക്ഷ സമീപനമാണ്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കൂട്ടായിട്ടാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടല്ല. ഇപ്പോൾ സെക്രട്ടറി മാത്രമല്ല CPM-നെ നയിക്കുന്നത്, കൂട്ടായ നേതൃത്വമാണ്. അതിന് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്നുവെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പരാജയം വരുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ അത് ആരുടെയെങ്കിലും ഒരാളുടെ തലയിലിട്ടിട്ട് ഈ പരാജയത്തിൽ ഞങ്ങൾക്കാർക്കും പങ്കില്ല എന്ന് പറയുന്ന രീതിയല്ല. അപ്പോൾ ഞങ്ങൾ കൂട്ടായി പരാജയത്തെ ധീരമായി നേരിടും. പരാജയ കാരണങ്ങൾ ആഴത്തിൽ പരിശോധിക്കും, തുറന്ന മനസ്സോടെ പരിശോധിക്കും. അത് സംബന്ധിച്ചുള്ള എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇടതുപക്ഷക്കാരല്ലാത്തവരുടെ അഭിപ്രായങ്ങളെയും ഞങ്ങൾ വിലമതിക്കും. അതിൻ്റെ എല്ലാം ഭാഗമായി കൂടുതൽ കരുത്തോടെ ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. ഞങ്ങൾ ഇതിനെല്ലാം ഒരു സ്വാഭാവികമായ കാര്യമായിട്ടേ കാണുന്നുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പിൽ ഇതിനു മുൻപും ഇടതുപക്ഷം കേരളത്തിൽ ശക്തമായ പരാജയങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, കനത്ത തിരിച്ചടികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴുള്ളത്ര തന്നെ MLA-മാരില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ 0 MP-മാർ മാത്രം എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയെല്ലാം അഭിമുഖീകരിച്ചാണ് കടന്നു വന്നത്. പരാജയങ്ങളിൽ തളർന്ന് നിരാശാഭരിതരായി നാടുവിട്ടു പോകുന്ന സാഹചര്യമല്ല ഇടതുപക്ഷത്തുള്ളത്. പരാജയവും വിജയവും മനസാന്നിധ്യത്തോടെ പരിശോധിക്കുകയും വിജയിക്കുമ്പോൾ വിജയത്തിലൂടെ കൈവരുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുമ്പോൾ പരാജയ കാരണങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കി തിരുത്തേണ്ടതൊക്കെ തിരുത്തി കൂടുതൽ കരുത്തോടെ തിരിച്ചു വരികയും ചെയ്യുന്ന അനുഭവമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതിൽ ഞങ്ങൾ മുൻപോട്ട് പോകും. ഇതൊന്നും ഞങ്ങളെ ഒരു പരിധിക്കപ്പുറം ബാധിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്ന കാര്യമേ അല്ല എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിസഭയിൽ ആദ്യ തീരുമാനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഒരു ഗവൺമെന്റ് വരുമ്പോൾ ആദ്യം പരമാവധി എന്താ പറയുക, ആളുകൾ സ്വാഗതം ചെയ്യുന്ന പ്രഖ്യാപനങ്ങൾ നടത്താനാണ് ശ്രദ്ധിക്കാറുള്ളത്. ആ നിലയിലാണ് നമ്മൾ കാണേണ്ടത്. ഞാനിപ്പോൾ ഒരു മുൻവിധിയോടുകൂടി പുതിയ ഗവൺമെന്റിനെ കാണുന്നില്ല. അവർ ഭൂരിപക്ഷം നേടി വന്നവരാണ്. സ്വാഭാവികമായും ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം നേടി വരുന്നവർ ഗവൺമെന്റ് രൂപീകരിക്കും. ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും രൂപത്തിൽ ശാപവാക്കുകളൊന്നും പറയാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ജനാധിപത്യത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേരളത്തിൽ 10 വർഷം ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തിരുന്ന മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുകയുണ്ടായല്ലോ. പാർട്ടി സെക്രട്ടറി പങ്കെടുത്തല്ലോ. ഞങ്ങളെല്ലാം അതിൽ പങ്കെടുത്തുകൊണ്ട് നല്ലൊരു മാതൃകയാണ് കാണിച്ചത്. അതേസമയം 2021-ലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും. എന്തായിരുന്നു അനുഭവം? എന്തായിരുന്നു ഗവൺമെന്റിനോട് അന്നത്തെ പ്രതിപക്ഷം ഉടനീളം സ്വീകരിച്ച സമീപനം? ഇനി അങ്ങനെയേ ആയിരിക്കില്ല. ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും. സർക്കാർ ഏത് പദ്ധതികൾ പ്രഖ്യാപിച്ചാലും നാടിൻ്റെ ക്ഷേമത്തെയും ഭാവിയെയും കരുതി അതിനെല്ലാം പിന്തുണ കൊടുക്കാനുള്ള ഒരു യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ മനസ്സാണ് ഉണ്ടാവുക. ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും. എന്നാൽ നാടിനെയും ജനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ വന്നാൽ അതിനെ ചൂണ്ടിക്കാട്ടും, അതിനെ എതിർക്കും. അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ കഴിഞ്ഞ കാലം നമ്മുടെ അനുഭവം എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു സമീപനം ഒരു നശീകരണ സ്വഭാവമാണ്. ആ സ്വഭാവമല്ല. ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്നാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം കൊടുത്തിട്ടുള്ള സൂചന. ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് പല വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ
ഞാനത് ഓരോന്നായിട്ട് പറയുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അതിനെയൊക്കെ അങ്ങനെ വിമർശിച്ചും ആക്രമിച്ചും പോവുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ. തുടർന്ന് എങ്ങനെയാണ് ഈ ഗവൺമെന്റ് മുൻപോട്ട് പോവുക, ജനങ്ങളുടെ മുൻപാകെ അവർ കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ അവർക്ക് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. സർക്കാരിൻ്റെ സമീപനം അനുസരിച്ചായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ സർക്കാരിനോടുള്ള നിലപാട്. അവർ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ഭരിച്ചാൽ, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടാവും. മറിച്ചാണെങ്കിൽ പ്രതിപക്ഷം അതിനോട് വിയോജിക്കുകയും എതിർക്കുകയും ചെയ്യും, പ്രതിഷേധത്തിൻ്റെ നിലയിലേക്ക് കടന്നു വരികയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഒരു മുൻവിധിയിലേക്കും ഞാൻ കടക്കുന്നില്ല. പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത ഗവൺമെന്റിന് മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. കേരളത്തിൽ വലതുപക്ഷത്തിനൊരു പ്രിവിലേജ് ഉണ്ട്. ഇടതുപക്ഷത്തിന് വളരെ സൂക്ഷ്മമായ ഒരു പെശകെങ്കിലും പറ്റിയാൽ അത് പൊറുക്കാൻ പാടില്ല എന്നാണ് പൊതുവെ നമ്മുടെ സമൂഹം കരുതുന്നത്. ഞാൻ അതിന് കുറ്റപ്പെടുത്തുന്നില്ല. അതൊരു പക്ഷേ ഇടതുപക്ഷത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ടുകൂടിയാവും. ഇടതുപക്ഷത്തിലുള്ളൊരു പ്രതീക്ഷ കൊണ്ടായിരിക്കും. നേരിയ ഒരു പെശക് പോലും സംഭവിക്കരുത് ഇടതുപക്ഷത്തിന് എന്നത് ഇടതുപക്ഷത്തോടുള്ള കൂറും വിശ്വാസവും കൊണ്ടായിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും വലതുപക്ഷത്തിന് വലിയൊരു പ്രിവിലേജ് കിട്ടാറുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ അഴിമതി എന്നൊക്കെ പറഞ്ഞ ആളുകൾ പെട്ടെന്ന് പ്രതികരിക്കും, കോൺഗ്രസിൽ അതൊക്കെ കുറച്ചുണ്ടാവും, അതൊരു വകവെച്ചു കൊടുത്ത പോലെയാണ്. മറിച്ച് അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പം ഞാൻ കരുതുന്നത് ഇടതുപക്ഷത്തിനൊരു നേരിയ പെശക് പോലും പറ്റരുത് എന്ന് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹത്തെ മാനിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. വലതുപക്ഷത്തിന് പക്ഷേ പലപ്പോഴും ഈ പ്രിവിലേജ് കിട്ടാറുണ്ട്. ആ പ്രിവിലേജ് എത്രത്തോളം ആകാം എന്നത് സമൂഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് വലതുപക്ഷത്തെ സമ്പൂർണമായും ജനവിരുദ്ധമാക്കുന്നതിലേക്ക് നയിക്കുന്നത്ര പ്രിവിലേജ് കൊടുത്താൽ അത് നമ്മുടെ സമൂഹത്തിന് ഗുണമായിരിക്കില്ല. അതാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഇപ്പോൾ ദീർഘകാലം വിദ്യാഭ്യാസകാലം മുതൽ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പടിപടിയായി രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങളിലേക്ക് കടന്നു വന്ന ഒരാളെ പോലും അദ്ദേഹത്തിൻ്റെ കുടുംബബന്ധങ്ങളുടെ പേരിൽ ആക്ഷേപിക്കുന്നതിനാണ് കഴിഞ്ഞ 5 കൊല്ലം നമ്മൾ സാക്ഷ്യം വഹിച്ചത്. എത്ര ഹീനമായ ആക്ഷേപങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നേരെ ഉണ്ടായത്. അപ്പോഴാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ നല്ലൊരു പങ്ക് നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതൊക്കെ സമൂഹം ചർച്ച ചെയ്യട്ടെ. ഞാൻ അവരെ ഒന്നും ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിക്കാനോ ഞങ്ങളെ ആക്ഷേപിച്ചതുപോലെ തിരിച്ചു പറയാനോ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ കടന്നു വന്ന വഴി അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ മികച്ച നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ നല്ലത്, നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ പറഞ്ഞത് പ്രസക്തമാണ്. വലതുപക്ഷത്തിൻ്റെ പ്രിവിലേജ് നമ്മുടെ ജനാധിപത്യത്തെ ദുഷിപ്പിക്കുന്നതായി മാറാൻ പാടില്ല. അപ്പോൾ അത്രമാത്രം പ്രിവിലേജ് വേണമെന്നുള്ളത് നമ്മുടെ സമൂഹം ചിന്തിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. മാധ്യമങ്ങളും ആലോചിച്ചാൽ നല്ലതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്.